എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ണിക്ക് തെറി പറയാൻ അറിയാമെന്ന് കുറച്ച് 4 പേര് അറിഞ്ഞു. ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുവാണെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും, ഉണ്ണി മൂന്ന് എന്തായിരിക്കും എൻ്റെ കരിയർ? 12 വർഷം ഒരാൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ ഏതൊരുത്തൻ വന്നിട്ട് പച്ചയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് പേടിച്ച് പോയി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പേടിച്ച് പോയി എന്ന് പറയേണ്ടതാണോ ചെയ്യേണ്ടത്? എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കാളും മോശപ്പെട്ട രീതിയിൽ ഡീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ പറയുന്നത് എൻ്റെ കൺട്രോൾ വിട്ടുപോയെന്നാണ്. എൻ്റെ കൺട്രോൾ ഒരിക്കലും വിട്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കുഞ്ഞു പോലെ അറിയാതെ അവിടെ നിന്ന് നമുക്ക് 2 പൊട്ടിക്കാലോ, ഇങ്ങനെയും പറഞ്ഞിട്ട്. ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസുകളിൽ ഒരു ചെറിയൊരു ഭീഷണിയുടെ ഒരു സ്വരമില്ല. എന്ത് ഭീഷണി? ചെയ്യേണ്ടത് പണ്ടേ ചെയ്ത് തന്നെ. ഞാൻ ഷൂട്ടിന് മുന്നേ തന്നെ വീൽ ചെയർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളാണ്. ബിക്കോസ് നമ്മളായിട്ട് തന്നെ നമുക്ക് വേണ്ടി ഒരു വീൽ ചെയർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണത് പ്രതികരിക്കേണ്ടതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ണിക്ക് വന്നിട്ടുണ്ടോ? അതായത് ഉണ്ണി വീണു പോയോ എന്നുള്ളതാണ് അവർ. ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇതുവരെ പറഞ്ഞ എൻ്റെ എല്ലാ ഇൻട്രസ്റ്റ് ഐ എം ട്രൈങ് നോട്ട് ടു റിപ്പീറ്റ് മൈസെൽഫ് അഗൈൻ. ദ ഫാക്ട് ഈസ് ദാറ്റ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെല്ലാം ശരിയായിരുന്നു. ഇതൊരു അഗൈൻ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോപ്പുലർ ഒപ്പീനിയൻ അല്ലാത്തതുകൊണ്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരു എൻ്റെ റിയാക്ഷൻ ലൈക്ക് നമ്മൾ ടു ദി മാറ്റർ പോയിന്റ് പറയുകയാണെങ്കിൽ ഒരു സിനിമ റിലീസായി സിനിമയുടെ റിവ്യൂ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരാൾ വിളിച്ച് തെറി പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരാളെ ജോലി കളഞ്ഞെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഒരാളെ ജോലി കളയാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരാളെ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അയാൾക്ക് ആ ഭാഷ മനസ്സിലാവുള്ളൂ എന്ന് എനിക്കൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പ്രോബ്ലം എന്ന് വെച്ചാൽ പക്ഷേ ഉണ്ണി അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ചോദിക്കാം. ആ ഫോൺ സംഭാഷണത്തിൽ അയാൾ സത്യത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അറിഞ്ഞൂടാ നിശബ്ദനാകുന്നത്? അതാ ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഇപ്പോൾ സഹതാപം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്നെ ചുറ്റിപ്പറ്റി ഇയാളെ പറഞ്ഞ തമാശകൾ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കൂടുതൽ ഇയാളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പുള്ളി വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പറഞ്ഞ് ഞാൻ അരി മേടിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ യു കാൺ ഹെൽപ്പ് ഇറ്റ്. ഒരാൾ ഇപ്പോൾ ഞാനും സിനിമകൾ അഭിനയിക്കുന്നത് അരി മേടിക്കാൻ തന്നെയാണ്. എൻ്റെ തെറി കൊണ്ട് ഇയാളുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ അരി മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അയാൾക്ക് ഭാര്യയും കുട്ടികളും വീട്ടുകാരും എല്ലാവരും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ഉണ്ണിമൂന്നിൻ്റെ തെറി കാരണം അരി മേടിച്ച് ഊണ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പുള്ളി അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഞാനൊരു സ്ഥലത്ത് ഒച്ചപ്പാടും ബഹളം യെസ് ലെറ്റ് മീ ഫിനിഷ്. ഞാൻ ഒച്ചപ്പാടും ബഹളം വെച്ച് നിൽക്കുമ്പോൾ ഇയാൾ ഭയങ്കര ശരിയാണ് എനിക്ക് തോന്നി ഇത്രയും തെറി കേട്ടിട്ട് ഇയാൾക്ക് എന്താ ദേഷ്യം വരാത്തതെന്ന് പറഞ്ഞപ്പോൾ അയാളവിടെ ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും അഭിനയിക്കും എന്നാണ് ഞാൻ മനസ്സിലായത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അഭിനയിക്കാറില്ല. എനിക്ക് റോങ്ലി എന്നെ ഒരു സ്ഥലത്ത് പോർട്രേ ചെയ്യുമ്പോൾ അതും കുട്ടികളെ വെച്ച് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കറുപ്പും ധരിച്ച് ഹാർഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് സാധാരണഗതിയിൽ ഒരു സിനിമയിൽ വസ്ത്രങ്ങളിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പ്രേമം അല്ലെങ്കിൽ ഒരുപാട് വലിയ സിനിമകളിൽ ആ സിനിമയുടെ പ്രൊമോഷണൽ സ്ട്രാറ്റജി, ആ സിനിമയുടെ ടോപ്പ് ഡ്രസ്സും അതൊക്കെ വെച്ചിട്ട് പണ്ടും നടന്നിട്ടുണ്ട്. ഞാനെപ്പോഴും പറഞ്ഞു, ഞാൻ ഭയങ്കര കൗതുകത്തോടെ പറഞ്ഞ സംഭവമാണ്. എനിക്ക് ആകെ ഒരു കറുപ്പ് ഡ്രസ്സേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. ബിക്കോസ് മുടി നീട്ടി വളർത്തി ഉണ്ണിമൂന്ന് നടക്കുന്നു. എൻ്റെ 4 സിനിമയിൽ ആ ഗെറ്റപ്പ് ഉണ്ട്. ആ ഗെറ്റപ്പ് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്. പടത്തിൻ്റെ ഡയറക്ടറും ക്രിയേറ്റീവ് ടീമാണ് പറയുന്നത് ഈ ക്യാരക്ടർ എങ്ങനെയാണ് സെറ്റാവുക. ഇവർക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനോടും എതിർപ്പ്. ഒരു സിനിമയ്ക്ക് 5 റിവ്യൂ. എന്തിന്? നിങ്ങൾക്ക് ഇത്രയും ഈ സിനിമ പ്രൊപ്പഗണ്ട സിനിമയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ പ്രൊമോട്ട് ചെയ്ത് ഇത്രയും? നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് വെച്ച് പൈസ ഉണ്ടാകും, നിങ്ങൾ അരി മേടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ പുള്ളിയുടെ ഒരു മൊത്തത്തിലൊരു സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ ഈ കൈൻഡ് ഓഫ് എന്താ പറയുക, അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ ആ പോയിന്റിൽ എനിക്ക് എൻ്റെ എന്താ പറയുക ഒരു ഇമോഷണൽ ഹൈ കാരണം ഞാൻ ഇയാളെ പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ പിന്നെ അതിൻ്റെ ഏതോ ചെറിയൊരു ക്ലിപ്പ് വിട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്കും. പക്ഷെ അതൊന്നുമില്ല, ഞാൻ വ്യക്തമായിട്ട് പുള്ളിയോട് പറഞ്ഞത് നിങ്ങളിപ്പോൾ വരുത്തി തീർക്കുന്ന ഉണ്ണിമൂന്ന് ഒരു വർഗീയവാദിയും നിങ്ങളൊരു ഹിന്ദുത്വ അജണ്ടയുടെ ഫ്ലാഗ് ബിയർ എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ശരിയല്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു സിനിമ അങ്ങനെ കാണുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അപ്പോഴാണ് പുള്ളിയും പറയുന്നത് സോറി. അതും ഒരു ഫസ്റ്റ് ഫോൺ കോളിനേക്കാളും നീണ്ടു നിൽക്കുന്ന ഫോൺ കോളായിരുന്നു. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് ബട്ട് ഒരു കൺവീനിയൻസ് ആണ്. ഇപ്പോൾ ഞാൻ ഇത്രയും കൂളായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തൻ എന്ന രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതൊരു സ്ലിപ്പല്ല, ടങ് സ്ലിപ്പല്ല. ഇറ്റ്സ് നോട്ട് എ ടങ് സ്ലിപ്പ് ആൻഡ് ഓൾ. ഇറ്റ് ഈസ് വെരി ഡയറക്റ്റ് ആൻഡ് ഐ റിയലി മെൻറ്റ് വാട്ട് ഐ സെഡ്. തിങ് ഈസ് ദാറ്റ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതി എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പോയിന്റിൽ ശരിയാണ്. ഒരാൾ ഭയങ്കര ദേഷ്യപ്പെടുന്നു, ഒരാൾ ഭയങ്കര കൂളായി നിൽക്കുമ്പോൾ ദേഷ്യം വരുമല്ലോ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഇത് മാരകമായ ക്യാമറയും സെറ്റപ്പ് വെച്ചിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിവിടെ റിയലായിട്ട് തെറി പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ
മനസ്സിലാക്കുന്നത് എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് ഓഫ്ലി ഇതിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുഖൻ തെറി പറയുന്നുണ്ട്, ഉണ്ണിക്ക് തെറി പറയാൻ അറിയാമെന്ന് കുറച്ച് 4 പേര് അറിഞ്ഞു. ശരി, ഞാനും അക്സെപ്റ്റ് ചെയ്തു. ഞാനും ഇടയ്ക്ക് തെറി പറയാറുണ്ട്, ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ ഐ ലുക്ക് അറ്റ് ലൈഫ്. ദാറ്റ്സ് ബിക്കോസ് നിങ്ങൾ മനസ്സിലായി അതിൽ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുവാണെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും, ഉണ്ണിമുഖൻ എന്തായിരിക്കും എൻ്റെ കരിയർ? 12 വർഷം ഞാൻ ഭയങ്കരമായ സിനിമകൾ ചെയ്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ 12 വർഷം ഒരാൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ ഏതൊരുത്തൻ വന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് പേടിച്ച് പോയി, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പേടിച്ച് പോയി എന്ന് പറയേണ്ടതാണോ ചെയ്യേണ്ടത്? എസ്പെഷ്യലി എന്നെ പോലെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും പോയിട്ടില്ല. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ലീസ്റ്റ് ദാറ്റ് ഐ കുഡ് ഡു. എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കാളും മോശപ്പെട്ട രീതിയിൽ ഡീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ പറയുന്നത് എൻ്റെ കൺട്രോൾ വിട്ടുപോയെന്നാണ്. എൻ്റെ കൺട്രോൾ ഒരിക്കലും വിട്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് എൻ്റെ പ്രായത്തിൽ ഐ കുഡ് ഹാവ് ഡൺ ടു മെനി തിങ്സ്. എനിക്ക് കിട്ടിയ സജഷൻസ് ഒരുപാടാണ്. എന്തിനാണ് ഉണ്ണിലായിരിക്കുമ്പോഴാവുന്നത്? ഒരു കുഞ്ഞു പോലെ അറിയാതെ അവിടെ നിന്ന് നമുക്ക് 2 പൊട്ടിക്കാമല്ലോ, ഇങ്ങനെയും പറഞ്ഞിട്ട്. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ എനിക്ക് അതാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആരും അറിയില്ല, ഏത് ഫോൺ കോൾ ആരോ പോയി പുള്ളി പറയുന്നുണ്ട് എന്നെ ആരോ തട്ടും മുട്ടും എന്നൊക്കെ. അപ്പോൾ പുള്ളി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ കയ്യിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കമൻറ്റ് പറഞ്ഞ് ജീവിക്കുകയാണ്. യു ലുക്ക് അറ്റ് യുവർ സെൽഫ്. നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. യു ലുക്ക് അറ്റ് യുവർ സെൽഫ്. വാട്ട് ആർ യു? നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന്. ഒരു 10 വർഷം അപ്പുറത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടുകാർക്ക് എപ്പോഴെങ്കിലും ചോദിക്കണം, നിങ്ങളുടെ വീട്ടുകാരോട്. നിങ്ങളുടെ അതേ പ്രായത്തിൽ, അല്ലെങ്കിൽ മേ ബി ഞാൻ നിങ്ങളെക്കാളും പ്രായം കൂടുതലായിരിക്കും, നിങ്ങൾ അതേ പ്രായത്തിലുള്ള ഒരാളാണ് ഞാൻ പണിയെടുത്തിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഉണ്ണി ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസുകളിൽ ഒരു ചെറിയൊരു ഭീഷണിയുടെ ഒരു സ്വരമില്ല. അയ്യോ, എനിക്ക് എന്ത് ഭീഷണി ചെയ്യേണ്ടത് പണ്ടേ ചെയ്ത് തന്നെ. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവം. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഐഡിയാസ് ഒരുപാട് കിട്ടുന്നത്. വൈ ഐ ആം സോ ഡിറക്റ്റ് എന്ന് വെച്ചാൽ ഞാനൊരാൾക്ക് അതിന് വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല എന്ന് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ തെറി പറഞ്ഞു എന്ന് പറയില്ലേ, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഡീൽ ചെയ്യേണ്ടത്. ഇതിനേക്കാളും ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നിയത് തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ അപ്പോഴും ഞാനിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഭീഷണി പറയും നിങ്ങൾ പറയുന്നു. ആ ഫോണിൽ എനിക്ക് ഈ വീഡിയോ ലീക്ക് ചെയ്താൽ നിങ്ങളുടെ കരിയർ എന്താവുന്നു, അത് നിങ്ങൾക്ക് ഭീഷണിയായിട്ട് തോന്നിയില്ല? അല്ല, അത് ഞാൻ പറയാം. ഡെഫിനറ്റ്ലി അതാ പറയുന്നത്. ഇതിലിപ്പോൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ പുള്ളി എവിടെയെങ്കിലും പോയി തട്ടിമുട്ടി വീണ് കഴിഞ്ഞാൽ എൻ്റെ തലത്തിൽ തന്നെ വരും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ദർ ആർ ടു മെനി വേസ് ടു ഹാൻഡിൽ തിങ്സ് എന്ന് വെച്ചാൽ അതിലേക്ക് പോകാതെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ അതാ പറയണേ. എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ വിശ്വസിച്ചാൽ മതി എന്നാണ്. എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ ഒരു സ്പീക്കറിനെയോ അല്ലെങ്കിൽ ഒരു ആളെ വെച്ചിട്ടില്ല. ഞാൻ സിനിമയായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ ജയഗണേഷ് എന്ന സിനിമ നിങ്ങൾ ഏപ്രിൽ 11-ാം തീയതി കുടുംബസമേതം പോയി സുഖമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊന്നും തോന്നാൻ പോകുന്നില്ല. സിനിമയുടെ എൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ്. ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഭാഷ ഇവർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞല്ലോ അതിലൊരു ഭീഷണി ഉണ്ടെന്ന്. ഭീഷണി ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞ് നാട്ടുകാർ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ ആ ലൈനിലല്ല നിൽക്കുന്നത്. ബട്ട് യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയാസ്. എന്തിനാണ് ഉണ്ണി ഇൻവോൾവ് ആവുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇൻവോൾവ് ആയാലും ഇത് ഇങ്ങനെ നിൽക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടല്ലോ, അവിടെയുണ്ട് ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പോർട്ടലിൻ്റെ പവർ, നിങ്ങളിപ്പോൾ ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന എന്തിനാണെന്നാണെന്ന് അറിയോ? ഈ സ്ഥാനത്തിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. അതാണ് മറുപടി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചുമ്മാ സ്ഥലത്ത് പോകുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇന്നത്തെ ഈ ടെക് യുഗത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ചുമ്മാ അടിച്ചു വിടുമ്പോൾ യു കം അക്രോസ് ആസ് വെരി ഇൻസെൻസിറ്റീവ്. അതിൽ സത്യാവസ്ഥ നിങ്ങൾ പ്രൂവ് ചെയ്യും. നിങ്ങൾ ഒരു ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഐ ഫീൽ ഇറ്റ് ഈസ് സോ അൺകോൾഡ് ഫോർ. ഇപ്പം ഞാനിത് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത്. ഞാനതിൽ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഈ ചോദ്യം വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വരുമ്പോൾ ഞാൻ ഇനി ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാനിത് അറ്റൻഡ് ചെയ്യില്ല. ബിക്കോസ്
എനിക്കൊരു മടുപ്പുണ്ട്. ഇത് തന്നെ ചോദിക്കുന്നു, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇപ്പോൾ ഞാനൊരു നടൻ എന്ന നിലയിൽ ഞാൻ എടുക്കുന്ന എഫേർട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക എന്ന്. വൈ? ബിക്കോസ് ഞാൻ ഈ വീൽ ചെയറിൽ 40-50 ദിവസം ഇരുന്ന് അഭിനയിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാനത് പറയാനും ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഒരു നടൻ എടുക്കേണ്ട ഒരു എഫേർട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ അത് ചെയ്തെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് എൻ്റെ രീതി, കാഴ്ചപ്പാട് അങ്ങനെയാണ്. ബിക്കോസ് അതാണ് എൻ്റെ ജോലി. ഞാൻ അതിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്ക് അർത്ഥമില്ല. പക്ഷേ ഉണ്ണി അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന, ശരീരത്തെ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാൾ ഈ ഇരുത്തം ഇരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ മൂഡും അത് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഒരു മൂഡ് കീപ്പ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത്. മറ്റേ തുള്ളിച്ചാടി നടക്കുന്ന ഒരു മൂഡ് കീപ്പ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് വീണ്ടും വന്നിരിക്കുമ്പോൾ ആ ഒരു ടെമ്പോ കിട്ടണമെന്നില്ല. അപ്പം ആ മാനറിസംസ് നമ്മൾ സൂക്ഷിച്ചു പോകുന്നതാണ് അഭിനയത്തിന് കുറച്ചുകൂടെ ഈസി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവിടെ പിടിച്ചിരുത്തിയപ്പോൾ ഉണ്ണിയെ പിടിച്ചിരുത്തലാണത്. അപ്പം അത് ഒരു ഭയങ്കര ജോലിയാണ്. ഇപ്പം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉള്ളൊരു ജോലിയോ സ്റ്റണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ണി ചിലപ്പോൾ ഈസി ആയിട്ട് ചെയ്യും. പക്ഷേ ഈ പിടിച്ചിരുത്തൽ എങ്ങനെയാണ്? കൗൺസിൽ ചെയ്യണം, സ്വയം കൗൺസിൽ ചെയ്യണം. ഇവിടെ ഇരിക്കണം, ഇത് സിനിമയാണ്. ഓൾറെഡി ഈ ഡിസ്കഷൻസ് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാനും രഞ്ജിത്തുമായുള്ള ഡിസ്കഷൻ തന്നെ നീണ്ട ഡിസ്കഷൻസ് ആയിരുന്നു. ബൈ ദ ടൈം ഷൂട്ട് റെഡി ആയപ്പോൾ ഞാൻ മെൻ്റലി റെഡി ആയിരുന്നു. ഞാൻ ഷൂട്ടിന് മുന്നേ തന്നെ വീൽ ചെയർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളാണ്. അപ്പോൾ ബിക്കോസ് നമ്മളായിട്ട് തന്നെ നമുക്ക് വേണ്ടി ഒരു വീൽ ചെയർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻ്റലി ഞാൻ റെഡി ആയിരുന്നു. ഫിസിക്കലി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ 14 മണിക്കൂർ 15 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ആദ്യത്തെ 10 ദിവസത്തിൽ തന്നെ ഒരു 4-5 കിലോ കൂടി. ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത് ദാറ്റ് ഈസ് എസ്പെഷ്യലി ഏബിൾഡ് ആൾക്കാർക്ക് സാധാരണ ഒരു മനുഷ്യൻ കഴിക്കണമെങ്കിൽ അത്ര ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന്. ബിക്കോസ് ആക്ടിവിറ്റി ലെവൽ ഭയങ്കര കുറവാണ്. ഇത് ഞാൻ പോലും അറിഞ്ഞില്ല. അത് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ. എനിക്ക് ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു കോ ആക്ടേഴ്സുമായിട്ട്. ബിക്കോസ് ഈ ഡിസ്റ്റൻസ് നമ്മൾ എല്ലാവരും ശീലിച്ചത് ഇങ്ങനെ നേരിട്ട് നിന്ന് സംസാരിക്കാൻ ശീലിച്ചിട്ട് ഒരാൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് വേറെയാണ്. ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആരും എടുക്കാതെ പോയി നമ്മളെ ശ്രദ്ധിക്കുന്നില്ല ആരും. ഇത്തരം കാര്യങ്ങൾ ഭയങ്കര നിസ്സാര കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ലേറ്റർ ഓൺ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ എൻറ്റയർ സൊസൈറ്റി, നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ പരിസരം എല്ലാം നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഡിസൈൻഡ് ആൻഡ് എൻജിനീയർഡ് ആണെന്ന് പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ജിമ്മിൽ പോകുന്നു, നമ്മൾ ഭയങ്കര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും മെൻ്റൽ സ്ട്രെങ്ത് ഈ സ്പെഷ്യലി ഏബിൾഡായ സുഹൃത്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ സർവൈവൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പേരെ കണ്ടു. ഒരുപാട് ചെറിയ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ബൈ ബർത്ത് അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവർക്കും ഈ ഇത്തരം ഇഷ്യൂസ് വരുന്നത്. ദെൻ അവിടുന്ന് നോർമൽസി ആണെന്ന് വിശ്വസിച്ച് നമ്മളെപ്പോലെ ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചലഞ്ചാണ്. ഞാൻ അപ്പം തന്നെ വിചാരിച്ചു, ഇത് റൈറ്റിംഗ് സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്തത് ഷൂട്ടിങ്ങിലാണെങ്കിലും ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞ, രഞ്ജിത്തും എടുത്ത തീരുമാനമാണ് ഈ സിനിമ എസ്പെഷ്യലി ഏബിൾഡായ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് രോമാഞ്ചം കൊള്ളും. ബിക്കോസ് ഈ സിനിമയിലെ നായകൻ അവരെ റീപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന ആളാണ്. And I'll tell you, അതൊരു അവരെ മാത്രമല്ല നമ്മളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യും. കാരണം നമ്മുടെ ഉള്ളിലേക്ക് അത് ഭയങ്കര ഡയറക്റ്റായിട്ട്, ഞാൻ പറയാം ഡയറക്റ്റായിട്ട് അവർക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഇത്തരം ഇതുവരെ വന്ന സിനിമകളെല്ലാവരും ഒരു പാത്തോ സ്പേസിലാണ് ദിസ് വിൽ ബി ബിറ്റ് ഡിഫറെൻറ്റ്. ഞാൻ കുറച്ചും കൂടി സിനിമ കൂടി ഡീറ്റെയിൽ പറയും. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല എല്ലാവർക്കും, ഇവർക്ക് മാത്രമല്ല എല്ലാ ഓഡിയൻസിനും ഒരേപോലെ തന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന കഥയും ഐ തിങ്ക് പെർഫോമൻസസ് ഉൾപ്പെടെ എല്ലാം, മ്യൂസിക് എല്ലാം എന്നെ ആഡ് ഓൺ ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കും. നല്ല കാര്യം. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അഹമ്മദാബാദിൽ ജീവിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മോദിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ മുതൽ കാണുന്നതാണ്, എങ്ങനെയാണ് ഒരു ഗ്രാഫ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഇൻസ്പയറിങ് എലമെൻ്റായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐക്കോണിക് ആളായിട്ടും കൂടുതൽ ഫോക്കസ് കിട്ടുന്ന ഒരു പക്ഷേ ആ ഒരു പരിസരം അറിയാവുന്നത് കൊണ്ടുകൂടിയാണ്. ഇതുകൊണ്ടാണ് കുറച്ചുകൂടെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഉണ്ണിയെ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഈ പട്ടാളക്കഥകൾ പറയുമ്പോൾ മേജർ രവിയെ നമ്മൾ നോക്കും പോലെയാണ് ഈ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സിനിമാക്കാരുടെ ഇടയിൽ നിന്ന് ഉണ്ണിയാണ് നോക്കുന്നത്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കൽ കൊണ്ട് ഉണ്ണിക്ക് പറയേണ്ടി വന്നതാണ്. കാരണം ഉണ്ണിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ണി പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ മുകളിൽ ഇരുന്ന. ബിക്കോസ് ഇപ്പോൾ രവിയേട്ടൻ, മേജർ രവി, പുള്ളി പട്ടാള കഥകൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത്രയും വർഷം അവിടുത്തെ സോൾജറാണ്. അതെ, പുള്ളിക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പുള്ളി പറയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടാളത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഹീ നോസ്
അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഞാൻ അവിടെ ജനിച്ചല്ല വളർന്നത് അവിടെ. ഞാൻ ഐ ഫീൽ സംവേ ഡൗൺ ദ ലൈൻ. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ജനിച്ച സ്ഥലമല്ല, നിങ്ങൾ വളർന്ന സ്ഥലമാണ് നിങ്ങളെ മോൾഡ് ചെയ്യുക ബേസിക്കലി കൾച്ചറലി. അപ്പോൾ ഒരു 22-23 വർഷം ഞാൻ അവിടെ ആയതുകൊണ്ടും ഞാൻ ഉള്ള സമയത്തുള്ള ഒരു പൊളിറ്റിക്കൽ എയർ വാസ് സോ ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഇടയ്ക്ക് ചോദിച്ചിട്ട്, ഈ ജേർണലിസം ഒക്കെ ചെയ്യുന്ന ഇവിടെ വന്നിട്ടില്ലേ? ഡിഗ്രിയും ജേർണലിസം ഒക്കെ ഇവിടെയല്ലേ തുടങ്ങിയത്? അവിടെയാണെങ്കിലും പിന്നെ കുറച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് വേറെ. ഓക്കെ. സോ അത് ജേർണലിസമായിട്ടൊരു ബന്ധമില്ല ആക്ച്വലി. ഞാൻ പറഞ്ഞു വന്നത് ബിക്കോസ് എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ ഇവരെ തുടക്കകാലത്തൊക്കെ കണ്ടതുകൊണ്ട് ഐ ഫീൽ കണക്റ്റഡ്. മനസ്സിലായി? ഒരു പരിചയമുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്ക് എന്നെ അറിയുന്നില്ല, എനിക്ക് പരിചയമുണ്ട്. എനിക്ക് ഉണ്ടായ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പം അറിയാം. അത് ബിക്കോസ് ഓഫ് എക്സ്പെൻസർ റീസൺ. ഞാൻ പക്ഷേ ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദിജിയെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെയിലി പോസ്റ്റ് ഇട്ട് ആൾക്കാരെ വെറുപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആളല്ല സത്യത്തിൽ. എന്നെക്കാളും കൂടുതൽ എൻ്റെ സമപ്രായക്കാരായ നടന്മാർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി റാലിയിൽ പോയിട്ടുണ്ട്, പ്രസംഗത്തിന് പോയിട്ട് എല്ലാത്തിനും പോയിട്ട്. ഞാൻ ഒന്നിനും പോയിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ഇവിടെ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത് വെച്ചാൽ, ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദു വേ ഓഫ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നേരെ അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചിഹ്നമായിട്ടാണ് ആൾക്കാർ കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എ സാഡ് തിങ്. അത് മാത്രമേ ഉള്ളൂ എനിക്കുള്ളൊരു ഭയങ്കര ഓക്വേർഡ്നെസ്. ബിക്കോസ് ഞാനൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് നേരെ പ്രൊപ്പഗണ്ട സിനിമയാണെന്നും, ഞാനൊരു ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ എന്തോ തീവ്ര ഹിന്ദുത്വ കൊണ്ടുവരാൻ വേണ്ടി സോഫ്റ്റ് പ്രൊമോഷൻ നടക്കുന്ന പോലെയൊക്കെയാണ് ആൾക്കാർ വാഴ്ച കൂട്ടുന്നത്. വിച്ച് ഇസ് നോട്ട് ദ കേസ്. എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഇത് മൂന്നായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ഇത് മൂന്ന് പറയാനും എനിക്ക് വിഷമമില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ അതാണ് സത്യം. എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ സമയം, ഞാൻ കേൾഡൻ 10 എന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. കേൾഡൻ 10 ജയ ശ്രീറാം വിളിക്കുന്ന ആൾക്കാർ മോശക്കാരാണെന്ന് കാണിക്കുന്നൊരു ഒരു പാസിംഗ് ഷോട്ട് ഉണ്ട്. എനിക്ക് മോസിം പെരേരയോട് പറയായിരുന്നു, നീ എന്തിനാ അങ്ങനെ വെച്ചേക്കണമെന്ന്. അങ്ങനെ പറഞ്ഞില്ല, ബിക്കോസ് ഹി ഹാസ് ദ ഫ്രീഡം ഓഫ് പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്, എൻ്റെ സുഹൃത്താണ്. ഞാൻ ഇതിനകത്ത് ഓപ്പണായിട്ട് പറയുന്നത് ഇപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. എൻ്റെ പടത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ പടത്തിൽ തന്നെ ഇവർ ഇപ്പോൾ പറയുന്ന സോ കോൾ റൈറ്റ് വിങ് ആണ്, അവന് റൈറ്റ് വിങ് പൊളിറ്റിക്സിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നെഗറ്റീവ് പറയുന്നുണ്ടായില്ല. ഞാൻ നായകനായി നിൽക്കുന്ന ഇതേ സിനിമയിലത്തെ കാസ്റ്റിംഗ് ക്രൂ ആണ് മേപ്പടിയിൽ അഭിനയിച്ചേക്കണേ. അപ്പം നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രം കണ്ടിട്ട് സംസാരിക്കരുത്. ഞാൻ ഭയങ്കര ലൈഫിന് തന്നെ വേറെ രീതിയിൽ കാണുന്ന ഒരാളാണ്. ഇപ്പോൾ കേൾഡൻ 10 ഒരു പ്രശ്നമില്ലെങ്കിൽ മാളികപ്പുറത്തിലും പ്രശ്നമില്ല, മേപ്പടിയിലും പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അഗൈൻ ഇത് പോപ്പുലർ ഒപ്പീനിയൻ അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ഉള്ളത് ഉണ്ണി, ആത്മീയതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഓരോരുത്തരും ഓരോ തട്ടിലാണ് നിൽക്കുന്നത്. ചിലരൊക്കെ മനുഷ്യത്വത്തിൽ ഇങ്ങനെ വിശ്വസിക്കും, ചിലർ ചിലപ്പോൾ ഒരു വിഗ്രഹത്തിലൊക്കെ ആരാധിക്കുന്ന ആ സമ്പ്രദായത്തോടൊക്കെ കൂടുതൽ അടുത്ത് നിൽക്കും. പക്ഷേ ചിലരെന്ന് പറഞ്ഞാൽ ആറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടെ തലത്തിലുള്ള ഒരു ആത്മീയ തലമുണ്ട് ഇതിനെ ആ അർത്ഥത്തിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ണി ഇതിൽ എവിടെയാണെന്നാണ് ഉണ്ണി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഏതാ വിഗ്രഹങ്ങളൊക്കെ പൂജിക്കുന്ന ഒരാൾ തന്നെയാണ്. ബിക്കോസ് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അങ്ങനെയാണ് ജീവിച്ചു വന്നത്. ഐ ഫീൽ അത് വെറും വിഗ്രഹങ്ങളല്ല, എ സെൻസ് ഓഫ് എനർജി. ഒരുപാട് മന്ത്രങ്ങളും ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഈ അമ്പലം നമുക്ക് മുക്കിലും മൂലയിലൊന്നും പണിയാൻ പറ്റില്ല. നിങ്ങൾക്ക് നാളെ ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണെന്ന് വെച്ചോളൂ, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് വെച്ചോളൂ. ഈ എറണാകുളം ടൗണിൻ്റെ ഇടയിൽ ഞാനൊരു സ്ഥലം മേടിച്ചു, എന്നാൽ പിന്നെ ഒരു ജയശ്രീരാമെന്ന് വിളിച്ചിട്ട് ഒരു അമ്പലം പണിതേക്കാന്ന് പറഞ്ഞു, നടപടിയാവില്ല. ബിക്കോസ് അതങ്ങനെയല്ല, അതൊരു പ്രാർത്ഥനാലയമല്ല, അതൊരു എന്താ പറയുക, അതിൻ്റെതായ ഒരു ആ കൾച്ചറിന് അതിൻ്റെതായ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ പല സ്ഥലത്തും പല എനർജീസിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാർ ഒരുപാട് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ചില ട്രഡീഷൻസാണ്. അതിനങ്ങനെ വിഗ്രഹ പൂജ എന്താ പറയുക, നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയാമെന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു മെച്ചോറിറ്റി ഇല്ല. ഞാൻ എന്താ വിശ്വസിക്കുന്നത് വെച്ചാൽ, ഒരാൾ ഒരു പള്ളിയിൽ പോയിട്ട് ഒരു 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അതിലൂടെ എന്തെങ്കിലും പോസിറ്റിവിറ്റി കിട്ടുവാണെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഡു ഇറ്റ് റെഗുലർലി. എനിക്ക് കൾച്ചർ അറിയാത്തതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നില്ല. എന്നെ ഒരുപാട് ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഞാൻ ഇങ്ങനെയാണ്, ഓക്കെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യം നടക്കുന്നത് വെച്ചാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല, നിങ്ങൾ വരും എൻ്റെ കൂടെ. അവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ എന്നോട് എന്താ പറയുക, ഉണ്ണി ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം, ആയിക്കോട്ടെ. സോ ഐ ഡോണ്ട് ഗെറ്റ് ഇൻ ടു എനിബഡീസ് ബിസിനസ്. ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി, നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു വിഗ്രഹ പൂജ ചെയ്യുന്നവരൊക്കെ
പഴഞ്ചൻ ചിന്താഗതിയാണ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒപ്പീനിയനായി മാത്രമേ നിൽക്കുള്ളൂ. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ബിക്കോസ് ഈ ജനറേഷനിൽ നിൽക്കുന്ന ആളായത് എനിക്ക് അത്യാവശ്യം നോളജ് ഉണ്ട് ഇതെന്താ നടക്കണമെന്ന്. പ്രാർത്ഥന, റിലീജിയൻ, പീസ് ഓഫ് മൈൻഡ് വേണ്ടി മാത്രമാണ്. അവിടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഈ രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും ഇതിനെ പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. പല സംവിധാനങ്ങളും ആ ഒരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. അതിലെവിടെയാണ് ഉണ്ണിയുടെ കറക്റ്റായിട്ടുള്ള അഭിപ്രായം? എങ്ങനെ എത്ര വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ ഇത് ഉപയോഗിക്കുമ്പോൾ, മതം ഉപയോഗിക്കുമ്പോൾ ഉണ്ണി ഉപയോഗിച്ച് കാണും? മനുഷ്യന്മാരല്ലേ. അതെന്ന് വെച്ചാൽ പാർട്ടി ഐഡിയോളജി അല്ലല്ലോ, ഇതെല്ലാം വ്യക്തികളല്ലേ ചെയ്യുന്നത്. ഒരു പാർട്ടി സ്ഥാനത്ത് അങ്ങനത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഇത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്, നമുക്ക് മതം ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളെ ഉപയോഗിച്ച് കാണും. അപ്പോൾ ആരും ഉപയോഗിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഉപയോഗിച്ച സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. സോ സ്വാഭാവികം. അതിൽ ഉണ്ണിയുടെ അഭിപ്രായം ആണ് ഉപയോഗിച്ച് കാണുന്നതാണ് പറയുന്നത്. അല്ല, ഉപയോഗിക്കുന്നതിനോടുള്ള ഉപയോഗിച്ച് കാണോ ഇല്ല പാടില്ല. അതൊക്കെ അത്രയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഐ ബിലീവ് റിസർവേഷൻ ഉൾപ്പെടെ ഇക്കണോമിക് റിസർവേഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ജാതി, മറ്റേ മതം അതിൻ്റെ പേരിലല്ല. ഇക്കണോമിക്, നിങ്ങൾക്ക് പഠിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇക്കണോമിക് റിസർവേഷൻ കൊടുക്കാം. ഒരു ജാതിയുടെ പുറത്ത് റിസർവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ്. ദർ ടു മെനി തിങ്സ്. ഞാൻ എൻ്റെ പൊളിറ്റിക്സ് ആ സെൻസിൽ ഞാൻ കാണുന്ന പൊളിറ്റിക്സാണ്. ഇറ്റ് ഷുഡ് ബി വെരി ഫെയർ. ഒരുപാട് കാര്യങ്ങളും വരാൻ പോകുന്നുണ്ടോ. ഐ ഫീൽ എല്ലാവർക്കും ഒരേ തട്ടത്തിൽ നിർത്താനുള്ളൊരു സാഹചര്യമാണ് വേണ്ടത്, എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ. ഇതിലൊക്കെ പലർക്കും വിയോജിപ്പുണ്ടാവും. എന്തുകൊണ്ടാണ് വിയോജിപ്പ് ചോദിക്കണം, എന്തുകൊണ്ടാണ് ആ രീതിയിൽ ആൾക്കാർ ചിന്തിക്കണം ചോദിക്കണം. അല്ലാതെ വേറെ എന്ത് പറയാനാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നല്ലേ എൻ്റെ ഒരു ശരി. അല്ലാതെ ചില ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിക്ക് ചില റൈറ്റ്സ് കൊടുക്കുക. ഞാൻ പറഞ്ഞ പാവപ്പെട്ടവനാണ് എല്ലാം കിട്ടേണ്ടത്. ഒരു ബാലൻസ് ഇൻ ദ സൊസൈറ്റി ഒരിക്കലും വരാൻ പോകുന്നില്ല. അതാണ് ഇക്കണോമിക്സ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു മുള്ളും താഴത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ തന്നെ പോകുള്ളൂ. ബട്ട് ദർ ഷുഡ് ബി ജസ്റ്റിസ് ഇൻ ടേംസ് ഓഫ് എന്താ പറയുക, ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി. ഇപ്പോൾ നിങ്ങളിവിടെ ജീവിക്കുന്നത്, നിങ്ങൾക്കാണ് കൂടുതൽ സെക്യൂരിറ്റി, എനിക്ക് കുറച്ച് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഇപ്പോൾ NRC, CA ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് അത് മനസ്സിലാക്കിയിട്ട് എന്തിനാണിത് ചെയ്യാൻ പോകുന്നത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ജയ് ഗണേഷിൽ നിന്ന് എത്രത്തോളം ഒരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഞാനും ആ സക്സസ് പ്രതീക്ഷിക്കുന്നു, പക്ഷേ എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എത്രത്തോളം അതെ, പക്ഷേ എങ്കിലും ഒരു സ്വപ്നം കാണുന്നല്ലോ ഉണ്ണി. ഇപ്പോൾ ഓരോ ദിവസവും പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഉണ്ടാവും. വിജയിക്കുമെന്ന് തന്നെയാണ് ഉണ്ണിയുടെ മനസ്സിലായി. എൻ്റെ ബെയർ മിനിമം എക്സ്പെക്ടേഷൻ ഇതൊരു നല്ല സിനിമയായിരുന്നു, ഉണ്ണി നന്നായിട്ട് അഭിനയിച്ചു, ബാക്കിയെല്ലാം നന്നായിരുന്നു എന്നാണ്. വാണിജ്യപരമായിട്ട് ഈ സിനിമ എത്രത്തോളം കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇത്ര മതി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഇത് ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കര സത്യസന്ധതയോടെ ചെയ്ത സിനിമയാണ്. ആൾക്കാർ ഈ സിനിമ കാണുമ്പോൾ ഒരു സിനിമയായിട്ട് തന്നെ കണ്ട് പുറത്തിറങ്ങും. ഇത്തവണ അത് നമ്മുടെ ഡബിൾ കോൺഫിഡൻസ് ആണ്. ബിക്കോസ് അത് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ എൻ്റെ സിനിമകളും എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കാൻ ഒട്ടും രസമില്ല. ഞാൻ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. എനിക്കിങ്ങനെ ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരു കാര്യം പറയുക അങ്ങനെ ബൈ നേച്ചർ ഇല്ല എനിക്ക്. അതുകൊണ്ട് പറയാണ് ഇറ്റ് വാസ് ക്വൈറ്റ് ഡിസ്ഹാർട്ടനിങ്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഇനി നമ്മളായിട്ടൊരു അവസരം കൊടുക്കില്ല ആർക്ക്. പറയുന്നവർ പറയും, പക്ഷേ ഞാൻ ഡെഫിനറ്റ്ലി ഇതിലൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സിനിമയായി തന്നെ വരണം. ഇതൊരു പെർഫോമൻസിൻ്റെ ബേസിൽ എനിക്കും ഒരു അപ്രിസിയേഷൻ വരണം. ഇതെൻ്റെ ആഗ്രഹങ്ങളാണ്. മണി ഈസ് എന്താ പറയുക പ്രൈമറി റിക്വയർമെൻ്റ് ആണെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് ചുറ്റിപ്പറ്റിയിട്ടല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാളികപ്പുറം എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ശരി, എന്തായാലും മതം വിറ്റ് സിനിമ ചെയ്യാൻ പോവാണല്ലോ, എന്നാൽ പൈസ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അങ്ങനെയും ആവാമായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ വേ ഐ സീ ലൈഫ്. ഞാൻ ആ കുട്ടികളുമായിട്ട് ഭയങ്കര കണക്റ്റായി പോയി. എൻ്റെ തെറ്റതാണ്. ഞാൻ കുട്ടികളെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന അവർക്കെതിരെ വന്ന വർത്തമാനങ്ങളും എന്നെ അത്ര എഫക്റ്റ് ചെയ്യാതെ പോയേനെ. പക്ഷേ ഇപ്പോൾ ഈ പടത്തിലും റയാൻ എന്ന് പറയുന്ന മോനുണ്ട്. ഐ എം വെരി ക്ലോസ്ലി കണക്റ്റഡ് ടു ഹിം. എനിക്ക് എന്തോ ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടമാണ്. കുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരാണ്? 10-60 ദിവസം നിങ്ങളൊരു കുട്ടിയുടെ ഒപ്പം കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യും, അപ്പോൾ മനസ്സിലാവും.
നമ്മളെല്ലാവരും എപ്പോഴും ഇപ്പോൾ എൻ്റെ ഫീൽഡിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ലാസ്റ്റ് കുട്ടികളുമായിട്ട് ഇൻ്റർവ്യൂ എപ്പോഴായിരുന്നു? കുറവാണ്. ഞാനൊരു 3-4 മാസം കഴിഞ്ഞു. ഇല്ല ഭയങ്കര റയറായിരിക്കും. എൻ്റെ അങ്ങനെയല്ല, എൻ്റെ കഴിഞ്ഞ 2 വർഷമായിട്ട് കുട്ടികളുമായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ യു ഓട്ടോമാറ്റിക്കലി ഗെറ്റ് കണക്റ്റഡ്. പിന്നെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർ സ്പേസിൽ നിൽക്കുന്ന, ടെക്നീഷ്യൻ സ്പേസിൽ നിൽക്കുന്ന സിനിമയിൽ മൊത്തത്തിൽ എല്ലാവരും കുറച്ച് സെൻസിറ്റീവായ ആൾക്കാരാണ്. എൻ്റെ സെൻസിറ്റിവിറ്റി എനിക്ക് കവറപ്പ് ചെയ്യാൻ അറിയുന്നില്ല എന്നാണ് എൻ്റെ പരാജയം. അല്ല, അതൊരു പക്ഷേ പരാജയമായിരിക്കില്ല. ഈ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരട്ടെ. അല്ല, അത് എൻ്റെ ആഗ്രഹമാണ്, ഞങ്ങളുടെ ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കാണരുത്. ഇത് എൻ്റെ സിനിമ വരുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കും. ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം പറയും. അല്ലാതെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ച് അതിന് ഉണ്ണിമൂന്നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ ഉണ്ണിമൂന്നിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അത് ഉണ്ണിമൂന്നിൻ്റെ ഇഷ്ടമാണ്. അതങ്ങനെ ആ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ തുടരാൻ കഴിയട്ടെ. സിനിമ സക്സസിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. കാണണം, അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ആദ്യ ദിവസം തന്നെ കാണാം. ഓ, താങ്ക് യു.